രചന രാജീഷ് ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ഹോസ്പിറ്റലിൽ ഒരു ബന്ധുവിനെ കണ്ട് തിരിച്ചിറങ്ങുന്ന വഴിയാണ് ഗായു ആ കാഴ്ച കണ്ടത്. ഒരു പൂർണ്ണ ഗർഭിണി, ഒപ്പം കുറച്ച് ആളുകളും. ആ സ്ത്രീ വേദനയാൽ പിടയുന്നു. അവരുടെ കൂടെയുള്ള ആളുകൾ ഒരു ഡോക്ടറോട് തട്ടിക്കയറുന്നു. ഡോക്ടർ പ്ലീസ്, എന്റെ ഭാര്യയൊന്ന് നോക്കണം. ഒരു ചെറുപ്പക്കാരൻ തൊഴുകയോടെ ഡോക്ടറോട് അപേക്ഷിക്കുന്നു. തന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, എനിക്ക് വേറെ പണിയുണ്ട്. നീ നിന്റെ ഭാര്യ വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്ക്. ഈ നാട്ടിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത്. പ്ലീസ് ഡോക്ടർ, ഇനി മറ്റൊരു ഹോസ്പിറ്റൽ കൊണ്ടുവന്ന് ഇവൾക്ക് ആപത്താ. ദയവ് ചെയ്ത് ഞങ്ങൾ കൈവിടരുത്. ഞാൻ കാല് പിടിക്കാം. നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ശല്യങ്ങള്. വഴിന്ന് മാറണോ? ഡോക്ടർ അയാൾ തള്ളിമാറ്റിയോടൊന്ന് പോവാനൊരുങ്ങി. ഡോക്ടർ പ്ലീസ് പോലെ. പക്ഷെ ഡോക്ടർ അത് ചെവിക്കൊണ്ടില്ല. ഹലോ മിസ്റ്റർ ഡോക്ടർ, പിന്നിൽ നിന്നും കായ് വിളിച്ചു. അയാൾ നിന്നില്ല. തന്നോടല്ലേ അവിടെ നിൽക്കാൻ പറഞ്ഞേ? അത് കേട്ട് ഡോക്ടർ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. എന്നെ എടാ പോടൊന്ന് വിളിക്കാൻ നീ ആരടി? ദേ സൂക്ഷിച്ച് സംസാരിക്കണം. എടി പോണിന്നൊക്കെ വിളിച്ചാറുണ്ടല്ലോ. ആഹാ, നിനക്ക് വിളിക്കാവോ? ദേ കിടന്ന് വാചടിക്കായി കൊച്ചി നോക്കി പെട്ടെന്ന് വേണ്ടെന്നാ ചെയ്യണു. ഓ, നീ ഉത്തരവിട്ടവിടെ ഞാനങ്ങ് ചെയ്യാൻ പോവല്ലേ? ഒന്ന് പോടി അവിടുന്ന്. അയാൾ പോവാനിറങ്ങി. താനിപ്പിടുന്ന് പോയാ പിന്നെ ഈ സ്റ്റെസ്കോപ്പ് തൂക്കി പിന്നെ താനീ പടി കയറിയില്ല. നീ ഒരു പെണ്ണാ, വെറും പെണ്ണ്. ഞാനൊരു ഡോക്ടറാ. നിന്നെ കൊണ്ടൊന്നും എന്നെ സുക്കും ചെയ്യാൻ പറ്റില്ല. താൻ പറഞ്ഞ ശരിയാ, ഞാനൊരു പെണ്ണ് തന്നെയാ. പക്ഷെ ഒരു പെണ്ണ് വിചാരിച്ച എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തനിക്ക് ഞാൻ കാണിച്ചു തരാം. എന്നാ നീ ഒന്ന് കാണിക്ക്. അയാൾ കൈകെട്ടി നിന്നു. ഗായു അയാൾ നോക്കി പുച്ഛത്തോളം ചിരിച്ചു. അപ്പോഴാണ് ആരോ വിളിച്ചു പറഞ്ഞനുസരിച്ച് സ്ഥലം മിസ്സായി ഗിരിധർ അങ്ങോട്ടേക്ക് വന്നു. എന്താണ് പ്രശ്നം? അദ്ദേഹം ചോദിച്ചു. സാർ, ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങിയതാ. അപ്പൊ ഈ പെങ്കൊച്ച് വെറുതെ പ്രശ്നം ഉണ്ടാക്കുക, ഡോക്ടർ പറഞ്ഞു. തിരിഞ്ഞു നിന്നിരുന്ന ഗായുവിനെ ഗിരിധർ കണ്ടിരുന്നില്ല. എന്തു പ്രശ്നം? ആരെ ഈ പെങ്കൊച്ച്? ഗിരിധർ തിരിഞ്ഞു നിൽക്കുന്ന ഗായുവിനെ നോക്കി. അപ്പോഴാണ് ഗായു തിരിഞ്ഞത്. മാഡം, ഗുഡ് മോർണിംഗ് മാഡം. ഗിരിധർ ഗായുവിനെ നോക്കി സല്യൂട്ട് ചെയ്തു. ഗുഡ് മോർണിംഗ് ഗിരിധർ. അല്ല, മാഡം ഇവിടെ? ഗിരിധർ ചോദിച്ചു. ഇവിടെ എൻ്റെ ഒരു ബന്ധുവിനെ കാണാൻ വന്ന. കണ്ടിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇവിടുത്തെ ബഹളം കേട്ടത്. ഈ കുട്ടി വേദന കൊണ്ട് പുളയുന്ന കണ്ടിട്ടും ഒരു കൂസിലുള്ള ആ സ്വന്തം കാര്യം നോക്കി അയാൾ പോകാൻ തുടങ്ങുക. ഗിരിധർ, എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ആംബുലൻസിൽ ഈ കുട്ടി അടുത്തുള്ള ഏറ്റവും നല്ല ആശുപത്രിയിൽ എത്തിക്കണം. ഇയാളുടെ ഡെലിവറി കഴിയുന്നവരെ ഗിരിധർ അവിടെ ഉണ്ടാവണം. വിവരങ്ങൾ അപ്പം ഇൻഫോം ചെയ്യണം. യെസ് മാഡം. ഉടനെ ആംബുലൻസ് എത്തി. അവരകത്തേക്ക് കയറ്റി. നന്ദിയുണ്ട് മാഡം. ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഗായുവിന്റെ നേരെ കൈകൂപ്പി. അതൊന്നും വേണ്ട, ഇതെന്റെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ വേഗം പോ, ഒന്നും സംഭവിക്കില്ല. ശരി. അവരെല്ലാം ആംബുലൻസിൽ കയറി. ആംബുലൻസ് ഉടനെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർ വിളിക്കും. ഗായു അവിടുന്ന് ഒരു സെക്യൂരിറ്റിയോട് പറഞ്ഞു. യെസ് മാഡം. അയാൾ അകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് സെക്യൂരിറ്റിയോടൊപ്പം ആ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ അങ്ങോട്ടേക്ക് വന്നു. എന്താ സർ കാര്യം? അതേ യൂണിഫോമിലുള്ള പോലീസുകാരോട് ചോദിച്ചു. ഇത് കളക്ടർ മേഡാണ്. മാഡത്തിന് തന്നോടൊന്നും പറയാനുണ്ട്. ആ പോലീസുകാർ അദ്ദേഹത്തോട് പറഞ്ഞു. എന്താ മേഡം കാര്യം? ഇയാളുടെ ഗൈനക്കോളജിസ്റ്റ് ആണോ? അതെ മേഡം. എന്താ മേഡം കാര്യം? അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഒരു പോലീസുകാർ അദ്ദേഹത്തോട് പറഞ്ഞു. സോറി മേഡം, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർ ആകുമ്പോൾ ഇതൊക്കെ അറിയണം. ഓക്കെ, ഇന്ന് തന്നെ അയാൾ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇങ്ങനെ ഡോക്ടർ ഇനി ഇവിടെ തുടർന്ന ഒരുപാട് ജീവനുകൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഇല്ല മേഡം, ഇയാൾ ഇനി ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ വരുന്ന ആർക്കും ഡോക്ടറുടെ കെയർലെസ് കാരണം ജീവൻ നഷ്ടാവില്ല. ഇത് ഞാൻ തരുന്ന ഉറപ്പാ. ഓക്കെ. മനസാക്ഷിയും സ്നേഹമുള്ള ഒരു നല്ല ഡോക്ടറെ ഇയാൾക്ക് പകരം ഇവിടെ നിയമിക്കണം. അതിനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണം. തീർച്ചയായും മേഡം, ഉടനെ ചെയ്യാം. ശരി. ജോബി? യെസ് മേഡം. പോവാം. യെസ് മേഡം. അവൾ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറി ഇവിടുന്ന് പോയി. അവൾ കളക്ടറേറ്റിലേക്കാണ് പോയത്. കാറിൽ നിന്നിറങ്ങിയപ്പോൾ അസിസ്റ്റന്റ് കളക്ടറായ ഒരു വയസ്സായ സ്ത്രീയുടെ തന്നെ ഷൗട്ട് ചെയ്യുന്നതാണ് അവൾ കണ്ടത്. അവൾക്ക് ദേഷ്യം വന്നു. അവൾ നേരെ അങ്ങോട്ടേക്ക് പോയി. ഷാനിസ്, എന്താ ഇവിടെ? അത് മേഡം, ഈ സ്ത്രീ 2 ദിവസം കൊണ്ട് വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുക. അയ്യോ ഇല്ല സാറേ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നതല്ല. കഞ്ഞി കുടിക്കാനുള്ള വഴി തേടി വന്ന. ആ സ്ത്രീ തൊഴുകയോടെ പറഞ്ഞു. അമ്മ വിഷമിക്കണ്ട, എന്തായാലും നമുക്ക് പരിഹരിക്കാം. അവൾ ഷാനിസിന് നേരെ തിരിഞ്ഞു. എന്റെ ഷാനിസ്, എന്താ ഇത്? പ്രായ ഒരു അമ്മയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അത് മേഡം, ഇവര് വെറുതെ. ലുക്ക് ഷാനിസ്, പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ അതൊക്കെ നടത്തി കൊടുക്കുക എന്നാണ് നമ്മുടെ ജോലി. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചു വരുമ്പോൾ അവരോട് ദേഷ്യപ്പെടുന്ന അവർ നിസ്സാരമായിട്ട് മടക്കി അയക്കുന്നതല്ല. ആദ്യം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കണം. പ്രായമായവരെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്ഥാനത്ത് കാണാൻ നമ്മൾ ശ്രമിക്കണം. അവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളാക്കി മാറ്റി അതൊക്കെ നിറവേറ്റി നൽകാൻ കഴിയണം. ഇനി ഒരു തവണ പോലും ഇത് ആവർത്തിക്കരുത്. നമ്മുടെ മുമ്പിൽ വന്ന് കൈനീട്ടുന്നവരുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് അത് ന്യായമായ അവകാശങ്ങളാണെങ്കിൽ അത് നടത്തി കൊടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതൊരിക്കലും മറന്നുപോകരുത്. സോറി മേഡം, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവാതിരുന്നാൽ നല്ലത്. ഈ അമ്മയുടെ ആവശ്യം എന്ത് തന്നെയായാലും അത് ഇന്ന് തന്നെ എൻ്റെ മേശപ്പുറത്ത് എത്തിയിരിക്കണം. ഇന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് നാളെ തന്നെ അവരുടെ ആവശ്യം നിറവേറ്റി നൽകിയിരിക്കണം. മനസ്സിലായോ? യെസ് മേഡം.
അമ്മേ എന്താന്ന് വെച്ചാൽ അപേക്ഷ ഇവിടെ കൊടുത്താൽ മതി. എന്നിട്ട് അമ്മ നാളെ രാവിലെ വന്നോളൂ. അമ്മയുടെ ആവശ്യം എന്തായാലും അത് നാളെ തന്നെ ശരിയാക്കിയിരിക്കും. അമ്മയുടെ മോൾ അമ്മയോട് പറയുന്നതെന്ന് കരുതിയാൽ മതി. ഇതെന്റെ വാക്കാ. നന്ദിയുണ്ട് മോളെ. അവൾക്ക് നേരെ കൈ തൊഴുതു. അയ്യോ എന്താ അമ്മ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗം. അമ്മ ധൈര്യമായിട്ട് പോയിട്ട് നാളെ വരും. ഇനി ആവശ്യം പറഞ്ഞ ഇവിടെ കയറി ഇറങ്ങേണ്ടി വരില്ല. ശരി മോളെ. ആ അമ്മ കണ്ണുടച്ച് അവിടെ നിന്നും പോയി. മേഡം ഇന്ന് 4 മണിക്കാണ് കോൺഫറൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടീനയോട് എന്നെ 3 മണിയാകുമ്പോൾ ഒന്ന് ഓർപ്പിക്കാൻ പറയാം ഹരി. യെസ് മേഡം. വൈകുന്നേരം ടീനയോടൊപ്പം കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു ഗായു. പെട്ടെന്ന് വഴിയിൽ ഒരു ആൾക്കൂട്ടം കണ്ടു. ജോബി വണ്ടി നിർത്തിക്കേ. യെസ് മേഡം. അവിടെ എന്തോ ഒരു ആൾക്കൂട്ടം. ജോബി ഒന്ന് ഇറങ്ങി നോക്കൂ. മേഡം അവിടെ ഒരു ആക്സിഡന്റ് നടന്നു. ഒരു കുഞ്ഞ് ഡ്രൈവർ ഓടിക്കതച്ച് വന്ന് പറഞ്ഞു. വാട്ട്? ഗായു വേഗം കാറിൽ നിന്നിറങ്ങി അങ്ങോട്ടേക്ക് ഓടി. ദേ കളക്ടർ മാഡം വരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. ആളുകൾ ഇരുഭാഗത്തേക്ക് മാറി നിന്നു. ഗായു വേഗ ആ കുട്ടിയുടെ അടുത്തേക്ക് പോയി. തറയിൽ നിന്ന് രക്തം വാർന്നൊഴുകി ബോധം നഷ്ടപ്പെട്ട് അമ്മയുടെ മടിയിൽ കിടക്കുന്നു. ആരെങ്കിലും സഹായിക്കണേ എന്ന് ആ സ്ത്രീ വാവിട്ട് കരയുന്നുണ്ട്. അവരുടെ അവസ്ഥ കണ്ട ഗായുവിന് വേദനയും ഒപ്പം അവിടെ കൂടി നിൽക്കുന്നവരോട് ദേഷ്യവും തോന്നി. മനസ്സാക്ഷിയുണ്ടോ നിങ്ങൾക്കൊക്കെ? എന്ത് കാണാനാ നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുന്നേ? നിങ്ങൾക്കില്ലേ മക്കള്? ഒരു പിഞ്ചു കുഞ്ഞ് രക്തം വാർന്ന് കിടക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ എങ്ങനെ തോന്നും? ആൾ ആ കുഞ്ഞിനെ കൈകളിൽ കോരിയെടുത്തു. ആൾ കുഞ്ഞിനെയും കൊണ്ട് കാറിനടുത്തേക്ക് പാഞ്ഞു. ജോബി വേഗം ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകും. യെസ് മേഡം. മേഡം ഹോസ്പിറ്റലിൽ പോയ മീറ്റിങ്ങിനെത്താൻ വൈകും, ടീന പറഞ്ഞു. ഒരു കുഞ്ഞിന്റെ ജീവനേക്കാൾ വലുതല്ല ടീന മീറ്റിംഗ്. ജോബി വേഗം വിട്. വിഷമിക്കേണ്ട ചേച്ചി, കുഞ്ഞിനൊന്നും പറ്റില്ല. ഗായ് കുഞ്ഞിന്റെ അമ്മയെ ആശ്വസിപ്പിച്ചു. അവർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തി. വേഗം ഈ കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് നൽകൂ ഡോക്ടർ. യെസ് മേഡം. സിസ്റ്റർ വേഗം ബ്ലഡ് ക്ലീൻ ചെയ്യും. ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് ഒത്തിരി ബ്ലഡ് പോയിട്ടുണ്ട് മേഡം. കുറച്ച് ബ്ലഡ് വേണ്ടി വരും. കുറച്ച് കഴിഞ്ഞ് ICUവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഡോക്ടർ പറഞ്ഞു. അയ്യോ എൻ്റെ കുഞ്ഞ്. അമ്മ നെഞ്ചത്ത് കൈവച്ച് കരഞ്ഞു. ചേച്ചിക്കറിയാതെ ആ കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് ഡോക്ടർ? ബി പോസിറ്റീവ്. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആണ്. ഞാൻ ബ്ലഡ് തരാം ഡോക്ടർ. ഓക്കെ മേഡം, എന്നകത്തേക്ക് വരൂ. ടീന ഷെറിനെ വിളിച്ച് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തേക്ക്. ഓക്കെ മേഡം. കുറച്ച് സമയത്തിന് ശേഷം. ഡോക്ടർ എങ്ങനെയുണ്ട് കുഞ്ഞിന്? ഇപ്പോൾ ഓക്കെയാണ് മേഡം, കുഴപ്പമൊന്നുമില്ല. ഒരു 2 ദിവസം കൂടെ കിടന്നോട്ടെ. താങ്ക് യു ഡോക്ടർ. നന്ദിയുണ്ട് മേഡം. മേഡം ആ സമയത്ത് എത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ്. ആ സ്ത്രീ കരഞ്ഞുപോയി. ഏയ് എന്താ ചേച്ചി ഇത്? മോന് കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ. ഈശ്വരനോട് നന്ദി പറയും. എന്നാൽ ശരി ഡോക്ടർ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ഷാനുവിനോട് പറഞ്ഞാൽ മതി. ഷാനു ഇവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എത്തുന്നവരെ താനിവിടെ ഉണ്ടാവണം. യെസ് മേഡം. എന്നാൽ പോട്ടെ ചേച്ചി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷാനുവിനോട് പറഞ്ഞാൽ മതി. ശരി മേഡം. ഗായു ഒന്ന് പുഞ്ചിരിച്ചു. മോനെ ചേച്ചി പൊക്കോട്ടെ. മോനിപ്പോൾ ഓക്കെ അല്ലേ? ചേച്ചി പിന്നെ വരാട്ടോ. ആ ചേച്ചി. പോകാനായി തിരിഞ്ഞ് ഗായു നിന്നു. ശേഷം ടീനയുടെ കയ്യിൽ നിന്ന് തന്റെ ബാഗ് വാങ്ങി കുറച്ച് കാശെടുത്ത് അവർക്ക് നൽകി. ചേച്ചി ഇത് വെച്ച് വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നവരെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ? അയ്യോ വേണ്ട മേഡം, ഇത്രയും സഹായം ചെയ്തതിൻ്റെ വലിയ കാര്യം. ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിച്ചതിന് മാഡത്തിൻ്റെ വിലപ്പെട്ട സമയം പോയി. മാഡത്തിൻ്റെ ഡ്രസ്സൊക്കെ ചീത്തയായി. ഓ അതൊന്നും സാരമില്ല. മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പോസ്റ്റിൽ ഇരുന്നിട്ടൊരു കാര്യമില്ല. ഒക്കെ വെച്ചിട്ട് വീട്ടിലിരിക്കുന്നത് നല്ലത്. എന്നാൽ ശരി, ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി മേഡം. ഗായു നേരെ പോയത് വീട്ടിലേക്കാണ്, തന്റെ പുന്നാര ഏട്ടന്റെ അടുത്തേക്ക്. തന്റെ ഡ്രസ്സിലെ ചോരപ്പാട് കണ്ട് ഏട്ടൻ പേടിക്കാതിരിക്കാൻ അവൾ കാര്യങ്ങളൊക്കെ നേരത്തെ ഏട്ടനെ വിളിച്ചു പറഞ്ഞിരുന്നു. ആ മോളെ നീ വന്നോ? വേഗം പോയി കുളിച്ചു വാ, ഏട്ടൻ കഴിക്കാൻ എടുക്കാം. ഇന്ന് നേരെ ചൊവ്വയൊന്നും കഴിച്ചു കാണില്ലല്ലോ. ദേ വരുന്നേട്ടാ, ഏട്ടനോട് ഞാൻ പറഞ്ഞില്ലേ കഴിക്കാൻ. മോള് വരട്ടെ എന്ന് കരുതി. പിന്നെ ആ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലേട്ടാ, ഇപ്പൊ ഓക്കെയാണ്. മീനു എന്താ പറ്റിയേ? ഗിരിവാരിയെ ഹോസ്പിറ്റലിലേക്ക് വന്നു. മീനാക്ഷി ഉണ്ടായ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. കളക്ടർ മേഡം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കുഞ്ഞ്. മീനു കരഞ്ഞുപോയി. മീനു കരയാതെ. നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ഈശ്വരൻ നമ്മൾ കൈവിടില്ല. എന്നാലും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ നല്ല മനസ്സുള്ളവർ വളരെ കുറവാണ്, ഹരി പറഞ്ഞു. ഗിരികാരിയും വന്നപ്പോൾ അവരോട് പറഞ്ഞ് ഷാനു തിരിച്ചുപോയി. ഹരി നീ പൊക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ശരിയേട്ടാ. ഗിരിയുടെ ഭാര്യയാണ് മീനാക്ഷി. അവരുടെ 4 വയസ്സുള്ള മകൻ ആദിക്കാണ് ആക്സിഡന്റ് പറ്റിയത്. ഗിരിയുടെ അനിയനാണ് ഹരി. ഇരുവരും ചേർന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുകയാണ്. പിറ്റേന്ന് ഗായ് കുഞ്ഞിനെ കാണാനായി ഹോസ്പിറ്റലിലെത്തി. ആ മേഡം. മീനാക്ഷി എഴുന്നേറ്റു. ഏട്ടാ ഇതാ കളക്ടർ മേഡം. മേഡം ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ഗിരി. ഇത് അദ്ദേഹത്തിൻ്റെ അനിയൻ ഹരി. ഓ വരണം മേഡം, ഒത്തിരി നന്ദിയുണ്ട്. മേഡം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞ്. നന്ദി പറച്ചിലിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. മോനിപ്പോൾ എങ്ങനെയുണ്ട്? ഓക്കെയാണ്, നാളെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു. ആദ്യം മോനെ സുഖാണോ? ആ ചേച്ചി. ഗുഡ് ബോയ്. ദാ ചോക്ലേറ്റ്. ഹായ് ചോക്ലേറ്റ്. താങ്ക്സ് ചേച്ചി. യു ആർ വെൽക്കം. ആളോ എൻ്റെ തലയിൽ തലോടി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ഒരു മീറ്റിംഗ് ഉണ്ട്. ശരി മേഡം.
എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട, ഗായത്രി എന്ന എൻ്റെ പേര്. എനിക്കിങ്ങനെ ഏട്ടനുണ്ട്, ഗായു എന്ന് എല്ലാവരും വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചാൽ മതി. പിന്നെ ഏട്ടൻ്റെ നമ്പർ തരുമോ? ഇടയ്ക്ക് മോനെ വിളിക്കാനാ. ഓ അതിനെന്താ മേഡം? ഗിരി തന്നെ നമ്പർ അവൾക്ക് നൽകി. അപ്പം ശരി, ഞാൻ പൊക്കോട്ടെ. ശരി മേഡം. അല്ല ഗായു. അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. ഏട്ടൻ്റെ മണിയിൽ തലവെച്ച് കിടക്കുകയാണ് ഗായു. ഏട്ടാ അവരില്ലേ ആ ആദ്യമോൻ്റെ വീട്ടുകാർ, അവരും നമ്മളെപ്പോലെയാണെന്നാ തോന്നുന്നത്. നല്ല ആൾക്കാരാ. ആണോ? ഏട്ടൻ്റെ മോൾക്ക് തോന്നിയവനെ തെറ്റില്ലല്ലോ. അവരെല്ലാം എന്നോട് വളരെ സ്നേഹത്തിലാണ് സംസാരിച്ച്. ആദ്യം ഞാൻ കരുതി ആദ്യമോനെ രക്ഷിച്ചുകൊണ്ടുള്ള നന്ദിയായിരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല, അവർ ശരിക്കും സ്നേഹമുള്ളവരാ. എന്താണ് മോളെ, അവരുടെ ഫാമിലി എങ്ങനെ പോകാൻ തോന്നുന്നുണ്ട് എൻ്റെ കുട്ടിക്ക്? ഏയ് അതൊന്നുമില്ല, ഞാൻ പറഞ്ഞ ഏട്ടൻ വാ, നമുക്ക് വല്ലതും കഴിക്കാം. നാളെ നേരത്തെ പോകണം, മിനിസ്റ്ററായിട്ടുള്ള മീറ്റിംഗ് ഉള്ളതാ. അവൾ കിച്ചണിലേക്ക് പോയി. എന്തോ ആലോചിച്ച് ദേവനവളുടെ പിന്നാലെ പോയി. സത്യത്തിന്റെയും ന്യായത്തിന്റെയും ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് ഗായത്രിക്ക് ധാരാളം ശത്രുക്കളും ഉണ്ടായിരുന്നു. അഴിമതിക്കാരും അതിന് കൂട്ടുനിൽക്കുന്ന കുറെ പേരും അവളുമായി കൊമ്പുകോർത്തിരുന്നു. അതുകൊണ്ട് അവളുടെ കാര്യോർത്ത് ദേവനെപ്പോഴും പേടിയാണ്. അവൾ അല്പം വൈകിയാൽ അവളുടെ കോളെത്തിയില്ലെങ്കിൽ അവന് ടെൻഷനാണ്. മാഡം കോൺട്രാക്ടർ രാമകൃഷ്ണൻ കാണാൻ വന്നിട്ടുണ്ട്, ടീന വന്ന് പറഞ്ഞു. അയാൾ വീണ്ടും വന്നോ? വരാൻ പറയും. ഓക്കെ മാഡം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഇരിക്കും. എന്താ കാര്യം? കാര്യം എന്താണെന്ന് മാഡത്തിന് അറിയാത്തല്ലോ. സൂപ്പർ മാർക്കറ്റിന്റെ പണിയോടൊക്കെ എനിക്ക് ആ സ്ഥലം കിട്ടിയേ തീരൂ. മിസ്റ്റർ രാമകൃഷ്ണൻ, ഇക്കാര്യം പറയാനാണ് ഇങ്ങോട്ട് വരേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലേ. ആ സ്ഥലത്ത് താമസിക്കുന്ന പാവങ്ങളെ നക്കാപ്പിച്ച് കൊടുത്ത് അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് തനിക്ക് സൂപ്പർ മാർക്കറ്റ് പണിത് ലാഭം ചെയ്യാന്നുള്ള മോഹം വേണ്ട, അത് നടക്കില്ല. നീ വെങ്കോച്ചേ, നീ ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പൊക്കെ നല്ലതാ, പക്ഷേ അത് ഈ രാമകൃഷ്ണനോട് വേണ്ട. ഞാനൊന്ന് തീരുമാനിച്ചാ അത് എന്തുവരെടുത്തും നടത്തിയിരിക്കും, കേട്ടോടി. കൂടുതൽ നടച്ചാൽ വീട്ടിലുള്ളവർക്ക് നിന്റെ ജഡം പോലും കിട്ടില്ല, പറഞ്ഞേക്കാം. നിർത്തണോ? തന്റെ ഉമ്മാക്കിയാണ് ചെന്നെ പേടിപ്പിക്കാന്ന് താൻ കരുതിയോ? എന്നാൽ തനിക്ക് തെറ്റി. തന്നെ പോലെ എന്തിനും പഠിക്കാത്ത വൃത്തിയിട്ടന്മാരുടെ ഏറ്റുമുട്ടേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണോ ഞാൻ ഈ ഫീൽഡ് സെലക്ട് ചെയ്ത്. ഒരു ദിവസമാണ് ഈ പദവിയിൽ ഇരിക്കുന്നെങ്കിലും അത് നീതിക്ക് നിരക്കുന്നത് മാത്രം ചെയ്തുകൊണ്ടാവണമെന്ന തീരുമാനത്തോടെ തന്നെയാ ഞാൻ ഈ കളക്ടർ ഉപ്പായെടുത്ത് അണിഞ്ഞത്. അതുകൊണ്ട് രാമകൃഷ്ണ മുതലാളി പേടിപ്പിക്കാതെ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അങ്ങ് ചെയ്യ്. നീ നിന്നെ ഇറങ്ങിപ്പോണു. നീ ചെവിയിൽ നുള്ളിക്കോ, ഇതിന് നീ കണക്ക് പറയേണ്ടി വരും. അയാൾ ചാടിത്തുള്ളിയോടൊന്ന് പോയി. മേഡം, അയാൾ ദേഷ്യത്തിലാ പോയത്, മേഡം ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ, ടീന പറഞ്ഞു. അങ്ങനെ പേടിച്ച് പിന്മാറാൻ എന്നെ കിട്ടില്ല ടീന. എനിക്ക് പേടിയില്ല, അവനെന്താ ചെയ്യുന്ന വെച്ചാൽ ചെയ്യട്ടെ. അയാൾ പറഞ്ഞ പോലെ രാമകൃഷ്ണൻ പണി തുടങ്ങി. ആൾക്കുള്ള 8ന്റെ പണി. നല്ല മഴയുള്ള ഒരു ദിവസം കോൺഫറൻസ് കഴിഞ്ഞ് ലേറ്റായിട്ടാണ് ഗായു വീട്ടിലേക്ക് തിരിച്ചത്. എല്ലായിടത്തെയും പോലെ കളക്ടറേറ്റിൽ അവൾ ഒറ്റിക്കൊടുക്കാൻ ഒരു ചാരനുണ്ടായിരുന്നു. അവൾ ഇറങ്ങിയ സമയം അയാൾ രാമകൃഷ്ണൻ ഇൻഫോം ചെയ്തു. ഇന്ന് വിചാരിക്കാത്ത മഴയാണല്ലോ ജോബി. അത് വേണം, ലേറ്റാവുകയും ചെയ്തു. അവൾ വാച്ചിലേക്ക് നോക്കി. സമയം 11:05. മഴ കൂടുതൽ ശക്തിയായി പെയ്യുകയാണ്. പെട്ടെന്നാണ് ജോബിയുടെ കാൽ ബ്രേക്കിലമർന്നത്. അപ്പോഴാണ് അവള് ശ്രദ്ധിച്ച് റോഡിന് കുറുകെ ഒരു വാൻ നിർത്തിയിട്ടിരിക്കുന്നു. ജോബി കാർ സൈഡിലൂടെ ഓടിക്കാൻ നോക്കി. പക്ഷെ അപ്പോഴേക്ക് ആ വാനിൽ നിന്ന് 3-4 പേര് ഇറങ്ങി കാറിനടുത്തേക്ക് വന്നു. അവൾക്ക് എന്തോ അപകടം മണത്തു. അവൾ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ ഫോൺ എടുത്തു. പക്ഷെ മഴയത്ത് റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് ആ ഗുണ്ടകൾ ഡോർ ചവിട്ടി തുറന്ന് ജോബിയെ പുറത്തേക്ക് വലിച്ചിട്ടു. ജോബി അവരെ എതിർക്കാൻ നോക്കി. പക്ഷെ അപ്പോഴേക്ക് അവരിലൊരാൾ അയാളെ കുത്തി വീഴ്ത്തിയിരുന്നു. ജോബി! അവൾ ഇരുചെവിയിലും കൈപൊത്തി ഉറക്കലറി. ആപത്തിൽ വിട്ടിട്ട് അവളുടെ അഹങ്കാരം കണ്ടില്ലേ? പിടിക്കാളെ! ഗുണ്ടകളുടെ അടുത്ത ലക്ഷ്യം താനാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൾ വേഗം കാറിന്റെ ഡോർ തുറന്ന് ഓടി. അവരവളുടെ പിന്നാലെ ഓടി. ഒടുവിൽ അവരിലൊരാൾ അവളുടെ മുടിക്കുത്തിന് പിടിച്ചു നിർത്തി. എവിടെയാണ് നീ ഓടി രക്ഷപ്പെടുന്നത്? നീ സിംഹക്കുട്ടിയല്ലേ, എന്നിട്ടും പൂച്ചയെ പോലെ പേടിച്ചോടുന്നോ? നിർത്തടി നിന്റെ അലറല്. നീയൊക്കെ എന്നെ കൊന്നാലും നിന്റെ കാഴ്ചയുടെ ഉദ്ദേശം നടക്കില്ല. കളക്ടർ മേഡം ഒരു നടക്ക് പോകുന്ന ലക്ഷണം കാണുന്നില്ല. മേഡത്തിന് സ്വീകരണം കൊടുത്തേക്ക്. അത് കേട്ടും ജോബിയെ കുത്തിയ അയാൾ കത്തിയുമായി അവൾക്ക് നേരെ തിരിഞ്ഞു. അവൾ കുതിരിമാറാൻ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. അവളുടെ വയറിൽ അയാൾ ആഞ്ഞു കുത്തി. അവളുടെ നിലവിളി ആ മഴയിൽ അലിഞ്ഞു ചേർന്നു. നിന്നെ പോലെ സത്യസന്ധത കാണിക്കുന്നവർക്ക് ഇതെന്നൊരു പാടാവണം. വളാ! അവൾ അവിടെ തള്ളി അവരോട് പോയി. ഏട്ടാ! അവളുടെ ശബ്ദം ആ മഴയിൽ പ്രതിധ്വനിച്ചു. മെല്ലെ അവളുടെ കണ്ണുകൾ അടഞ്ഞു. കോയമ്പത്തൂർ ഒരു ആവശ്യമായി പോയിട്ട് മടങ്ങി വരികയായിരുന്നു ഹരി. അപ്പോഴാണ് വഴിയിലൊരു കാർ ലൈറ്റ് ഓണായി കിടക്കുന്നവൻ കണ്ടത്. അടുത്തേക്ക് വന്നപ്പോൾ കാറിൽ കളക്ടർ എന്ന ബോർഡ് കണ്ടു. കളക്ടറുടെ കാറ്. ഇവിടുത്തെ കളക്ടർ ഗായത്രി അല്ലേ? അവൻ മനസ്സിലോർത്തു. ആ വാച്ചിൽ നോക്കി. സമയം 11:45. ഈ നേരത്തെ ഇവിടെ എങ്ങനെ? അവൻ കാർ സൈഡിൽ ഒതുക്കി കൂടെ എടുത്ത് കാറിൽ നിന്ന് ഇറങ്ങി. മുന്നിൽ കണ്ട കാഴ്ചയിൽ അവനൊന്ന് ഞെട്ടി.
കളക്ടർ മാഡത്തിന്റെ ഡ്രൈവർ തറയിൽ കുത്തേറ്റ് കിടക്കുന്നു. അവൻ വേഗം അയാൾക്കടുത്തേക്ക് പോയി അയാളുടെ കയ്യിൽ പിടിച്ച് നോക്കി. ഓ ഗോഡ്, ഇയാൾ മരിച്ചല്ലോ. അവൻ വേഗം എഴുന്നേറ്റ് ചുറ്റും നോക്കി. അല്പം മാറി ഗായു രക്തത്തിൽ കുളിച്ചെടുക്കുന്ന അവൻ കണ്ടു. അവൻ വേഗം കൂടെ ദൂരേക്ക് എറിഞ്ഞ് അവൾക്കടുത്തേക്ക് പോയി അവളെ തട്ടി വിളിച്ചു. മാഡം, മാഡം. അവൾ മരിച്ചിട്ടില്ലെന്ന് അവന് മനസ്സിലായി. ഏട്ടാ. പതിയെ ബോധത്തിൽ അവളുടെ നാവ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. അവൻ വേഗം തന്നെ തന്റെ ഷർട്ട് ഊരി ബ്ലഡ് ഒഴുകിയായിരുന്നു അവളുടെ വയറിൽ മുറുക്കെ കെട്ടി അവളെടുത്ത് കാറിനകത്തെടുത്ത് വേഗം ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. മീനു, മീനു, ഇതേ വരുവാ ഏട്ടാ. എന്താ ഏട്ടാ വിളിച്ചേ? മീനു, അത് നമ്മുടെ കളക്ടർ ഗായത്രി. ഗായുവിനെന്താ പറ്റിയേ? അവളെ ആരാ അറ്റാക്ക് ചെയ്തു. ഹരി കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന വഴി റോഡിൽ രക്തമാർന്ന് നടക്കുന്നില്ലേ അവളെ കണ്ടു. അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കുവാ. എന്റെ ഈശ്വര, അവർക്കൊന്നും വരുത്തല്ലേ. വിവരറിഞ്ഞ ദേവൻ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. എന്താ എന്താ എന്റെ കുട്ടിക്ക് പറ്റിയേ? ആരോ അറ്റാക്ക് ചെയ്തേട്ടാ. ഞാൻ വരുമ്പോൾ ഒരു റോഡിൽ കിടക്കുകയായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർ വന്നു. ഡോക്ടർ, എന്താ എന്താ എന്റെ കായിന്ന്? പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, മേഡം ഓക്കെയാണോ? മോളെ. ദേവൻ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു. അവളും കരഞ്ഞുപോയി. കരയാതെ മോളെ, ഒന്നും പറ്റിയില്ലല്ലോ. എന്റെ മോള് പേടിച്ചോ? ഏട്ടനെ എനിക്ക് കാണാൻ പറ്റിയെന്നാ ഞാൻ കരുതിയേ. ഞാൻ എങ്ങനെയായിട്ട് ഇവിടെ എത്തിയേ? നമ്മുടെ ഹരിയില്ലേ, ആദ്യം മോനെ ചെറിയച്ചു. അവന് കോയമ്പത്തൂർ ബിസിനസ് ആവശ്യമായി പോയി തിരികെ വരുന്ന വഴി മോള് റോഡിൽ രക്തം വാർന്ന് കിടക്കുന്നുണ്ട്. അവനാ മോളെ ഇവിടെ എത്തിച്ചേ. എന്നിട്ട് ആളെവിടെ? ഇതുവരെ അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ നിർബന്ധിച്ച് ചായ കുടിക്കാൻ പറഞ്ഞു വിട്ടു. ആ ദേ എത്തിയല്ല ആള്. ഉണന്നോ? ചിരിയോടെ ഹരി അകത്തേക്ക് വന്നു. ആ ഉണന്നു. ചായ കുടിച്ചു ഹരി? ആ ഏട്ടാ കുടിച്ചു. എങ്ങനെയുണ്ടോ? ഹരി ഗായനോട് ചോദിച്ചു. ആ ഓക്കെ, താങ്ക്സ് എന്നെ രക്ഷിച്ചതിന്. അവനൊന്ന് പുഞ്ചിരിച്ചു. അതെ, ഹരിന് വേണമെങ്കിൽ പോയിക്കോ കേട്ടോ. ഇന്നലെ മുതൽ ഇവൾക്ക് കാവലിരിക്കുമല്ലേ. ഗിരിയേട്ടനെ എടുത്തേയും വരും, എന്നിട്ട് ഞാൻ പൊക്കോളാം. അവരെയൊന്നും ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഗായു പറഞ്ഞു. അപ്പോഴേക്ക് അവരെത്തി. മോളെ, ആരാ മോളെ ദ്രോഹം ചെയ്തത്? ഗിരി ചോദിച്ചു. ഈ പദവിയിലിരിക്കുമ്പോൾ ശത്രുക്കൾ ധാരാളം കാണില്ല ഏട്ടാ. എന്നാലും മോളുടെ ഈ അവസ്ഥ കണ്ടിട്ട് സഹിക്കുന്നില്ല, മീനു പറഞ്ഞു. ആദ്യം സ്കൂളിൽ പോയേച്ചി? ആ പോയി. മോൻ അറിഞ്ഞിട്ടില്ല നീ ഹോസ്പിറ്റലായത്. അറിഞ്ഞാൽ നിന്നെ കാണുന്ന വാശി പിടിക്കും. വേണ്ട ചേച്ചി, മോനെ ഇപ്പോൾ കൊണ്ടുവരണ്ട. ഈ അവസ്ഥയിൽ എന്നെ കണ്ട അവന് സങ്കടമാവും, ഗായു പറഞ്ഞു. അപ്പോഴാണ് ഷാനു അങ്ങോട്ടേക്ക് വന്നത്. മാഡം ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ ഓക്കെയാണ് ഷാനു. ജോബിയുടെ വീട്ടിൽ പോയോ? യെസ് മാഡം. ഏട്ടാ, എനിക്ക് അവസാനമായിട്ട് ജോബി ഒന്ന് കാണണം. ഡോക്ടറുടെ പെർമിഷൻ വാങ്ങി ഏട്ടൻ കൊണ്ടുപോകാൻ മോളെ. പാവം, എന്നെ രക്ഷിക്കാൻ ശ്രമിച്ച ജോബിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ സങ്കടപ്പെടണ്ട, വരാനുള്ളതൊന്നും വഴി തങ്ങിയില്ലല്ലോ. ഡോക്ടറുടെ പെർമിഷൻ വാങ്ങി ജോബിയെ കാണാൻ ദേവൻ അവളെ കൊണ്ടുപോയി. ആ വീട്ടുകാരുടെ സങ്കടം കണ്ട് അവൾക്ക് വല്ലാത്ത വേദന തോന്നി. അവരെ ആശ്വസിപ്പിച്ച് അവളോടൊന്ന് പോയി. 2-3 ദിവസം കഴിഞ്ഞാണ് ഗായുവിനെ ഡിസ്ചാർജ് ചെയ്ത് കുറച്ചു ദിവസം റെസ്റ്റ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. വീട്ടിലെത്തി അവളെ ദേവൻ നന്നായി കെയർ ചെയ്തു. മിക്ക ദിവസങ്ങളിലും ഗിരിയും മീനും ഹരി അവളെ കാണാൻ വരും. അവർ തമ്മിൽ നല്ലൊരു സ്നേഹബന്ധം ഉടലെടുത്തിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ പഴയ പോലെ ജോലിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ഹരിയും ഗായുമായുള്ള കല്യാണക്കാരിയുടെ ചർച്ചാ വിഷയമായി. ഗിരിക്കും മീനുവിനും ഗായുവിനെ തങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാൻ വലിയ ആഗ്രഹമായിരുന്നു. ആഗ്രഹം ദേവനോട് പറഞ്ഞു. ദേവന് 100 വട്ടം സമ്മതമായിരുന്നു. തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്റെ ഗായു തനിച്ചാവരുതെന്ന് ദേവൻ ആഗ്രഹിച്ചു. ഹരിയോട് ചോദിച്ചപ്പോൾ അവനും സമ്മതം. ദേവൻ ഗായുവിന്റെ സമ്മതവും വാങ്ങി. അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹം നടത്താൻ തീരുമാനിച്ചു. വിവാഹം തീരുമാനിച്ചതിന് ശേഷം അവർ പരസ്പരം കണ്ടിട്ടില്ല. രണ്ടുപേർക്ക് ഇപ്പോൾ വിളിക്കാനും മടിയാണ്. അങ്ങനെ ഒരു വിഷു ദിവസം ദേവൻ ഗിരിയെയും മറ്റുള്ളവരെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. അവരെല്ലാവരും അവിടെ എത്തി. കുറെ നാളിന് ശേഷമാണ് ഹരിയും ഗായുവും തമ്മിൽ കാണുന്നത്. അവർക്ക് ഫേസ് ചെയ്യാൻ എന്തോ ഒരു മടി തോന്നി. കുറെ നേരം അവളിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടന്നു. എന്നാൽ അവളോട് സംസാരിക്കാൻ അവസരം നോക്കിയിരുന്ന ഹരി അവൾ ബാൽക്കണിയിലേക്ക് പോയപ്പോൾ അവളുടെ പിന്നാലെ പോയി. ഹലോ കളക്ടർ മേഡം. അവന്റെ ശബ്ദം കേട്ട് ഗായു തിരിഞ്ഞു നോക്കി. പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽക്കുകയായിരുന്നു ഹരി. അവൻ അവൾക്കടുത്തേക്ക് പോയി. എന്താണ് മേഡം എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞുമാറി നടക്കുന്നത്? അത് പിന്നെ ഞാൻ നമ്മുടെ വീട്ടുകാർ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത കാര്യം താൻ അറിഞ്ഞാണല്ലോ. എന്താ മേഡത്തിന്റെ അഭിപ്രായം? അത് എന്താ സമ്മതമാണോ മേഡത്തിന്? അവനൊരു കുസൃതി ചിരിയോടെ അവൾക്കടുത്തേക്ക് വന്ന് ചോദിച്ചു. അവൾ പിന്നിലേക്ക് നീങ്ങി. അവൾ നീങ്ങുന്നതിനനുസരിച്ച് അവൻ അവൾക്കടുത്തേക്ക് നീങ്ങി. ഒടുവിൽ അവൾ ചുമരിൽ തട്ടി നിന്നു. അവനൊരു കുസൃതിയോടെ അവളിലേക്ക് നീങ്ങി. എന്താണ് മേഡം തലകുനിച്ച് നിൽക്കുന്നേ? ഒന്ന് നോക്കണോ? അവൾ മെല്ലെ അവനെ നോക്കി. അവനവളുടെ തോളിൽ കൈവച്ചു. എന്നെ സഹിക്കാൻ തയ്യാറാണോ ഈ കളക്ടർ മേഡം? ആൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവനവളുടെ പുഞ്ചിരി സമ്മതമായി കണ്ട് അവളുടെ കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി പൊതിഞ്ഞു പിടിച്ചു. അന്ന് നിന്നെ റോഡരികില് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അവസ്ഥയിൽ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ കൈയും കാലും തളരുന്ന പോലെ തോന്നി. എന്തോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തോ ആപത്ത് സംഭവിച്ച പോലെയാ തോന്നി.
എന്തോ ചങ്കിൽ കത്തി കുത്തിയിറക്കിയ പോലെ. അതുവരെ നമ്മൾ തമ്മിൽ വെറും പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത് താൻ എനിക്ക് വെറും ഒരു പരിചയക്കാരി മാത്രമല്ലെന്ന്, എൻ്റെ ആരൊക്കെയാണെന്നുള്ളൊരു ഫീല്. അന്ന് നിന്നെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കായിരുന്നു നിനക്കൊന്നും സംഭവിക്കരുതേ എന്ന്. ഭഗവാനെൻ്റെ പ്രാർത്ഥന കേട്ടു. നിന്നെ എനിക്ക് തിരികെ തന്നു, എൻ്റേത് മാത്രമായി. ആരാളുടെ നിറയിൽ ചുണ്ടമർത്തി അവൾ തന്നെ മാറോട് ചേർത്തു. അങ്ങനെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഹരികായുവിനെ തന്റെ ജീവിത സഖിയാക്കി. അങ്ങനെ കളക്ടർ ഗായത്രി ഹരികൃഷ്ണൻ എന്ന ബിസിനസ്മാന് സ്വന്തമായി. ഇനി അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ.